അവര് 3 ലക്ഷത്തിന്റെ ഒരു പ്രോഗ്രാമിന് അവര് 6 ലക്ഷത്തോളം മുടക്കിയിട്ടുണ്ട്. ശരിക്കും അത്രയും ചെലവ് ഉണ്ടായിട്ടുണ്ടോ? ഈ 3 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ആദ്യമേ തന്നെ പ്രൈസ് മണി പറഞ്ഞാണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ അല്ല ഈ 3 ലക്ഷം രൂപ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ അമൃതച്ചേരിക്കെതിരെയാണ് പറയുന്നത്. മീൻസ് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. എന്താണ്, പൈസ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ മുൻഗണന എന്ന്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ റിയാലിറ്റി ഷോയിൽ വരും, ജയിക്കും, അങ്ങനെയൊക്കെയാണ്. ശരിക്കും അങ്ങനെയാണോ ചേച്ചി? അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ആ കമന്റ് കണ്ടില്ല. ഇപ്പൊ കണ്ടപ്പോഴാണ്, കേട്ടപ്പോഴാണ്. ടിക്ടോക്കറാണ് അത്, കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. പൈസ ഉള്ള ആൾക്കാർക്കാണ്. ഇപ്പം ഞാൻ റിയാലിറ്റി ഷോ ചെയ്ത ഒരാളാണ്. ആളുടെ കമന്റ് ആണ് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ, ഇപ്പം അങ്ങനെ ഒരു കാര്യമേ അല്ല സൂര്യ. ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ ഓസ്ട്രേലിയയിലാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പണം കഴിക്കുന്ന മരം ഇല്ല നമ്മുടെ വീട്ടില്. നമ്മുടെ പുറത്ത് ജീവിക്കുന്നവർക്കേ അറിയാവുള്ളൂ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവിടേക്ക്. നമ്മളെന്ന് വെച്ചാൽ 2 പേര് ജോലി ചെയ്യാണ്ട് അവിടെ നമ്മൾ ആ 2 പേരും ജോലി ചെയ്ത് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെല്ലാം. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ വിനു എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാലും നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോയി നമ്മൾ പഠിച്ച് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും പൈസയുടെ വാല്യൂ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന് പറയുന്ന കാര്യം എനിക്ക് ഒട്ടും സമ്മതമല്ല. കാരണം നമ്മുടെ പെർഫോമൻസുകളും ഇത്രയും നമ്മുടെ ജേർണി എല്ലാം എല്ലാവരും കാണുന്നതാണ്. അപ്പം അല്ല, ഇപ്പൊ നമ്മള് പറയുന്നതും ഇപ്പൊ നമുക്ക് വിന്നിങ് പൊസിഷനിൽ നിൽക്കുന്നതും ഓസ്ട്രേലിയൻ കാര്യം. അപ്പൊ ഞാൻ കാശിന്റെ ബലത്തിലാണോ? പക്ഷെ ഇതൊക്കെ ഓഡിയൻസിന് തീരുമാനിക്കാന്നുള്ളൂ. ഫൈനൽ പെർഫോമൻസ് അത് എന്തായാലും ടെലികാസ്റ്റ് യൂട്യൂബിലൊക്കെ വരും, കാണാത്തവർക്ക് കാണാം, അത് കണ്ട് വിലയിരുത്താം. അതിന് ഒരു വിഷമവും ഇല്ല. ഇപ്പം ഓഡിയൻസ് പറയുകയാണ് അത് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കുക, അല്ലേ? നമുക്ക് അതിന്റെ ഒരു കുഴപ്പമില്ല. നമുക്ക് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തന്നത്, അല്ലാതെ നമുക്കൊരു വേറൊരു തരത്തിലുള്ള ഒരു തരം പ്രയോറിറ്റി നമുക്ക് ഉണ്ടായിരുന്നില്ല. ശൈത്യം അമ്മ ശീശി പറയുന്നുണ്ട്, അവര് 3 ലക്ഷത്തിന്റെ ഒരു പ്രോഗ്രാമിന് അവര് 6 ലക്ഷത്തോളം മുടക്കിയിട്ടുണ്ട്. ശരിക്കും അത്രയും ചെലവ് ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു വർഷം നടന്ന പ്രോഗ്രാമാണ്. ഇപ്പൊ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഞാനിപ്പം ഏറ്റവും കൂടുതൽ ചിലപ്പം ചെലവായത് എനിക്ക് തന്നെയായിരിക്കും. ഞാൻ ഈ ട്രാവലും അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് എല്ലാ പ്രാവശ്യവും ഞാൻ വരുന്നതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 3 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ആദ്യമേ തന്നെ പ്രൈസ് മണി പറഞ്ഞാണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ അല്ല ഈ 3 ലക്ഷം രൂപ പറയുന്നത്. ഇൻ എക്സ്റ്റൻഷൻ പറഞ്ഞപ്പോൾ പോലും 3 ലക്ഷം രൂപ തന്നെയായിരുന്നു അപ്പോഴും പ്രൈസ് മണി. നമുക്ക് അവിടെ ഒരു കാശ് കൂടുതൽ കിട്ടുന്നു അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കുന്നത്. ഇപ്പൊ അവിടെ വന്ന ആരും എനിക്കറിയില്ല, ഇനി ഏതെങ്കിലും ഇപ്പം മാറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു 3 ലക്ഷം രൂപ കരുതി ആരും ഒരു വർഷം ഇങ്ങനെ കിടന്ന് നിൽക്കത്തില്ല. പൈസ നോക്കി മാത്രമാണ് നിൽക്കുന്നെങ്കിൽ അതിനൊരു എന്താ പറയാ, 3 ലക്ഷത്തിന് വേണ്ടി ഒരു വർഷം ഇത്രയും റൗണ്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വീട്ടില് ജോലി ചെയ്ത് വീട്ടിലെ ഫാമിലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മീഡിയയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷറേ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് തന്നെ ഒരു വലിയ കാര്യമാണ് എല്ലാവർക്കും. അപ്പം അത് മാക്സിമം യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രൈസ് മണി നമ്മൾ ഇത്രയും ചെലവാക്കുന്നു, നമുക്ക് ഇത്രയും കിട്ടുന്നു എന്നുള്ളതിന്റെ കാര്യത്തിനെ കുറിച്ച് തൂക്കി നോക്കിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർക്ക് മാത്രമാണ്, ഇതിപ്പോ ആ അമ്മമകള് മാത്രമാണ് വന്നിട്ടുള്ളത്. ലൈക്ക് എന്താ പറയാ, അവരെക്കാലം മുന്നേ നന്നായിട്ട് ചെയ്തിട്ടെന്നുള്ള കുറെ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ശരിക്കും അവര് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുകൾ ചിലതൊക്കെ കമന്റ്സ് ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും അവർ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിയാലിറ്റി ഷോ ആകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ലൈക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പം വേറെ ആരെങ്കിലും ഇങ്ങനെ എതിർത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാണ് മാത്രം? അങ്ങനെ ആരെങ്കിലും കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ ആരെങ്കിലും സപ്പോർട്ടായിരുന്നോ? അതോ അല്ല, അപ്പൊ കാരണം നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ തന്നെ അവിടെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ നമ്മുടെ തന്നെ ആയിരിക്കും. കാരണം 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് മോശമെന്നല്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ഒരു പെർഫോമൻസ് ഒരു പടിക്ക് മുന്നേ നിന്നു. ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന വെച്ചാൽ എല്ലാം ഈ 12 അമ്മയും മക്കളും ഒക്കെ ഇതൊന്നും ചെയ്തിട്ടല്ല വരുന്നത്. എല്ലാവരും അവർക്ക് എല്ലാവർക്കും കഴിവുകളുള്ളതാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ നമുക്കിപ്പോൾ ഒരു റൗണ്ട് തരുന്ന ആ ഒരു സ്റ്റേജിൽ ഇത് ലൈവ് ആയിട്ടുള്ളതാണ്. ഇതൊന്നും ഷൂട്ട്
ചെയ്തോ നമുക്ക് ഒരിക്കൽ തെറ്റിപ്പോയാൽ വീണ്ടും റീഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് ആ സമയത്ത് ആ ഓൺ സ്പോട്ട് ലൈവായിട്ട് കളിക്കുമ്പം എന്താണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ഒരു എല്ലാ കലാകാർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പം ചില കണ്ടസ്റ്റൻസിന്റെ പോയിന്റ് കുറയും, ചിലവർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പോയിന്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഫൈനലും. നമ്മുടെ ഫൈനൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പെർഫോമൻസ് ഒരു പടിക്ക് മുന്നേ നിന്നതും ജഡ്ജസ് എല്ലാവരും സ്റ്റാൻഡിങ് ഓവേഷൻ വരെ നമ്മുടെ പെർഫോമൻസിനായിരുന്നു കിട്ടിയത്. എല്ലാ ലാൽജു സാറും MG ശ്രീകുമാർ സാറും ശ്വേതാജിയും സ്വാസികയൊക്കെ നമ്മുടെ പെർഫോമൻസ് എണീറ്റ് നിന്നാണ് കൈയടിച്ചത്. അപ്പം ആ ഒരു വാവ് ഫാക്ടർ അവർക്ക് അത് കിട്ടിയിട്ടല്ലേ അവർ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്, നമ്മളിതൊന്നും പഠിച്ചിട്ടല്ല നമ്മൾ അവിടെ ചെയ്യാൻ വരുന്നത്. അപ്പം നമ്മളും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പുതിയതായിട്ടൊരു കാര്യം പഠിച്ചാണ് അവിടെ ചെയ്തത്. അപ്പം ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ചെയ്തു, അത്ര തന്നെ എനിക്ക് ഉള്ളൂ.